Hello everyone, welcome back to Learn Cymatics. ഇന്ന് നമ്മൾ കേരള വാട്ടർ അതോറിറ്റിയുടെ ലാബ് അസിസ്റ്റന്റിന്റെ സിലബസിൽ വരുന്ന മാത്തമാറ്റിക്സിലെ സ്ട്രെയിറ്റ് ലൈൻസ് എന്ന് പറയുന്ന ടോപ്പിക് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു എക്സാമിന് നമ്മൾ മാത്തമാറ്റിക്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് +1 +2 NCERT ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ട് പഠിക്കാം. ഓക്കെ, അപ്പൊ അതിൽ വരുന്ന ടോപ്പിക് നോക്കിയിട്ട് അതിൽ വരുന്ന ഇക്വേഷൻസും ക്വസ്റ്റ്യൻസും ഒക്കെ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുവാണെങ്കിൽ നമുക്ക് എക്സാമിന് ഈസി ആയിട്ട് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. മാത്തമാറ്റിക്സിൽ നിന്ന് 7 മാർക്കിന്റെ ചോദ്യമാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻസിൽ ആദ്യമായിട്ട് സ്ലോപ്പ് ഓഫ് എ ലൈൻ നോക്കാം. അതിനു മുമ്പ് ബേസിക് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാം. അപ്പൊ നമ്മൾ നമ്പർ ലൈൻ അല്ലെ, നമ്പർ ലൈൻ നമുക്കറിയാം. നമ്പർ ലൈൻ നമ്മൾ ആക്സിസ് എക്സ് ആക്സിസ് അല്ലെ, ഹൊറിസോണ്ടൽ ആയിട്ടുള്ള എക്സ് ആക്സിസ്, വെർട്ടിക്കൽ ആയിട്ടുള്ള വൈ ആക്സിസ്, നടുക്ക് വരുന്ന ഒറിജിൻ അതാണ് 0 എന്ന് പറയുന്ന പോയിന്റ്. അപ്പൊ ഇപ്പുറത്തേക്ക് നമ്മളിങ്ങനെ 1 2 3 ഇപ്പുറത്തെ സൈഡിൽ നെഗറ്റീവ് ആണ്, മേളിലേക്ക് പോസിറ്റീവ്, ഇങ്ങോട്ട് നെഗറ്റീവ്, ഇതൊക്കെ നമുക്കറിയാം. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈൻ വെറുതെ ഒന്ന് വരയ്ക്കുകയാണ്. അപ്പൊ ഇത് ഒരു ലൈൻ നമ്മൾ വരയ്ക്കുമ്പോൾ അത് കുറെ പോയിന്റ്സിൽ കൂടെ കടന്നു പോകും. ഓക്കെ, അപ്പൊ ഇവിടെ ജസ്റ്റ് വൈ ആക്സിസിലും എക്സ് ആക്സിസിലും ഓരോ പോയിന്റ്സ് കടന്നു പോയിട്ടുണ്ട് ഈ ഒരു ലൈൻ കണ്ടോ. അപ്പൊ നമ്മൾ ഈ പോയിന്റ് എങ്ങനെ മാർക്ക് ചെയ്യുമ്പോൾ ഈ ഒരു പോയിന്റ് എടുക്കാം, ഈ 4 എന്ന് പറയുന്ന ഈ പോയിന്റിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ എങ്ങനെ നോട്ട് ചെയ്യുക? എക്സ് ആക്സിസിലുള്ള ഒരു പോയിന്റ് ആണെങ്കിൽ അതിന്റെ y കോർഡിനേറ്റ് 0 ആയിരിക്കും. അങ്ങനെയല്ലേ നമ്മൾ പോയിന്റ് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതിനെ ഞാൻ എ ആണെന്ന് വിചാരിക്കും, ഈ ഒരു പോയിന്റിനെ എ എന്ന് വിളിക്കുന്നു. അപ്പൊ ഇതെങ്ങനെ നമ്മൾ മാർക്ക് ചെയ്യുക? 4 0 എന്നാണ് മാർക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ ഈ എക്സ് ഡിസ്റ്റൻസ് ആണ് 4 എന്ന് പറയുന്നത്, y കോർഡിനേറ്റ് എന്താണ്? 0 ആണ്. അതേപോലെ തന്നെ വൈ ആക്സിസിൽ വരുന്ന ഒരു പോയിന്റ്, വൈ ആക്സിസിൽ വരുന്ന ഒരു പോയിന്റ് ആണെങ്കിൽ എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും. ഈ y ഡിസ്റ്റൻസ് എന്ന് പറയുന്നതാണ് -2, ആ കോർഡിനേറ്റ് ആണ് -2. അപ്പൊ അങ്ങനെ നമ്മൾ പോയിന്റ്സ് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് പഠിക്കേണ്ടത് ഈ പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം നോക്കാം. അപ്പൊ അതിന് നമ്മൾ ഡിസ്റ്റൻസ് ഫോർമുല എന്ന് വിളിക്കുന്നത്. ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. അപ്പൊ ആ ഒരു ഫോർമുല നോട്ട് ചെയ്ത് വെക്കാം. അപ്പൊ 2 പോയിന്റ്സ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? x2 - x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ഹോൾ സ്ക്വയർ ചെയ്തിട്ട് അതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ പോയിന്റ്സ് ഏതൊക്കെയാണ്? 4 0 0 -2. അപ്പൊ ആദ്യത്തെ പോയിന്റ് അതാണ് നമ്മുടെ x1 y1, രണ്ടാമത്തെ പോയിന്റിനെയാണ് നമ്മൾ x2 y2 എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നോക്കൂ, ഇവിടത്തെ x കോർഡിനേറ്റ് എന്താണ്? x2 0 ആണ്, x1 എന്താണ്? 4 കണ്ടോ. അപ്പൊ 0 - 4 ഹോൾ സ്ക്വയർ പ്ലസ് -2 - 0 ഹോൾ സ്ക്വയർ, എന്നിട്ട് അതിന്റെ റൂട്ട് എടുക്കാം. ഓക്കെ, അപ്പൊ -4ന്റെ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 16 എന്ന് കിട്ടും. -2ന്റെ ചെയ്യുമ്പോൾ 4 എന്ന് കിട്ടും. അപ്പൊ ടോട്ടൽ 20. അപ്പൊ 20യുടെ √20 ആണ് ഇതിന്റെ ഡിസ്റ്റൻസ്. അപ്പൊ ഡിസ്റ്റൻസ് ഫോർമുല പഠിച്ചു വെക്കുക, എളുപ്പമാണ്. പോയിന്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ ഇക്വേഷൻ അറിയാമെങ്കിൽ നമുക്ക് വേഗം കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാം. ഓക്കെ, ഇനി നോക്കാം. പിന്നെ നമ്മൾ സ്ലോപ്പ് എന്ന് പറയുമ്പോൾ അതിന്റെ ചെരിവ്, ഒരു ലൈൻ സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ വരയ്ക്കുമ്പോൾ അത് ആക്സിസിൽ നിന്ന് ഏതെങ്കിലും ഒരു ആംഗിളിൽ ചെരിഞ്ഞിട്ടായിരിക്കും അതിന്റെ ആ ഒരു ലൈൻ പോകുന്നത് കണ്ടോ. ഇവിടെ എക്സ് ആക്സിസ് എന്ന് ഇത്രയും നീളം, അതിനെയാണ് നമ്മൾ സ്ലോപ്പ്, ചെരിവ് എന്ന് പറയുന്നത്. സ്ലോപ്പിനെ എം എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് യൂഷ്വലി ഡിനോട്ട് ചെയ്യാറ്. അപ്പം ഈ ആക്സിസും സ്ട്രെയിറ്റ് ലൈനും തമ്മിലുള്ള ആംഗിൾ തീറ്റ ആണെങ്കിൽ സ്ലോപ്പ് എന്ത് വരും? ടാൻ തീറ്റ ആണ്. ആ പോയിന്റ് ഓർത്ത് വെക്കുക. അപ്പൊ ജസ്റ്റ് ഇക്വേഷനെ പഠിക്കുന്നുണ്ട്. സ്ലോപ്പ് ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ. തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ആംഗിൾ ആണ് കേട്ടോ. അതായത് നമ്മുടെ സ്ട്രെയിറ്റ് ലൈനും ആക്സിസും തമ്മിലുള്ള ആംഗിളിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഈ ഒരു ആംഗിളിനെയാണ് തീറ്റ എന്ന് പറയുന്നത്. അപ്പൊ തീറ്റ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് m is equal to tan theta എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് അതിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇനി പോയിന്റ്സ് തന്നിട്ട്, ഇതേപോലെ 2 പോയിന്റ്സ് തന്നിട്ട് ഇതിൽ കൂടെ കടന്നു പോകുന്ന ഒരു ലൈനിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ, അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? y2 - y1 ഡിവൈഡഡ് ബൈ x2 - x1 ചെയ്യണം കേട്ടോ. അതിൽ x1 y1 ഉം നേരത്തെ പറഞ്ഞ പോലത്തെ x1 y1 ഉം x2 y2 ഉം അവിടുത്തെ പോയിന്റ്സ് ആണ്. അങ്ങനെ പോയിന്റ്സ് തന്നിട്ട് സ്ലോപ്പ് കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഒരു ഇക്വേഷനും, ആംഗിൾ തന്നിട്ട് സ്ലോപ്പ് കണ്ടുപിടിക്കണമെങ്കിൽ ടാൻ തീറ്റ. അപ്പൊ സ്ലോപ്പിന് 2 ഇക്വേഷൻ എന്തായാലും പഠിച്ചു വെക്കുക. ടാൻ തീറ്റയും ഉണ്ട്, y2 - y1 ഡിവൈഡഡ് ബൈ x2 - x1 ഉണ്ട് കേട്ടോ. അങ്ങനെയാണ് നമ്മൾ സ്ലോപ്പ് കണക്കാക്കുക. ഓക്കെ, സ്ലോപ്പും ഇന്റർസെപ്റ്റും നമ്മുടെ ആ ഒരു സിലബസിനകത്ത് എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്.
കേട്ടോ. അപ്പൊ അതെന്തായാലും പഠിക്കണം. ഇനി നമ്മള് പാരലൽ ആയിട്ടുള്ള രണ്ട് ലൈനുകളുടെ സ്ലോപ്സ് എപ്പോഴും ഈക്വൽ ആയിരിക്കും. ഓർത്ത് പഠിക്കുക ആ പോയിന്റ്. ഇഫ് ടു ലൈൻസ് ആർ പാരലൽ their slopes are equal. ഇനി ഇഫ് ടു ലൈൻസ് ആർ പെർപെൻഡിക്കുലർ, അതായത് ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ, തീറ്റ 90 ഡിഗ്രി ആണെങ്കിൽ രണ്ട് ലൈനുകൾ തമ്മിലുള്ള തീറ്റ കേട്ടോ. ഇഫ് ടു ലൈൻസ് ആർ പെർപെൻഡിക്കുലർ, രണ്ട് ലൈനുകൾ തമ്മിലുള്ള ആംഗിൾ 90 ആണെങ്കിൽ, അവര് പെർപെൻഡിക്കുലർ ആണെങ്കിൽ സ്ലോപ്പിന്റെ പ്രൊഡക്റ്റ് എപ്പോഴും -1 ആയിരിക്കും. അപ്പൊ m1 into m2 എപ്പോഴും -1 ആയിരിക്കും. ആ രണ്ട് പോയിന്റ്സും ഓർത്ത് വെക്കുക. പാരലൽ ആണെങ്കിൽ സ്ലോപ്പ് തുല്യം, പെർപെൻഡിക്കുലർ ആണെങ്കിൽ സ്ലോപ്പിന്റെ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് -1 കിട്ടും. ഓക്കെ, ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ ഫോർമുലകളൊക്കെ പഠിച്ചു വെക്കാം. അടുത്തത് ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ്. ഇപ്പൊ നമുക്ക് രണ്ട് ലൈനുകൾ, രണ്ട് സ്ട്രെയിറ്റ് ലൈൻസ് വിചാരിക്കാം. അവരുടെ സ്ലോപ്പുകൾ m1 m2 ആണെന്ന് വിചാരിക്കാം. അവർ തമ്മിലുള്ള ആംഗിൾ തീറ്റ ആണെങ്കിൽ tan തീറ്റ is equal to മോഡുലസ് ഓഫ്, അതായത് എപ്പോഴും പോസിറ്റീവ് വാല്യൂ കിട്ടണം. ഓക്കെ, അപ്പൊ പോസിറ്റീവ് വാല്യൂ ആയിരിക്കും, അതാണ് മോഡുലസ്. മോഡുലസ് ഓഫ് m2 minus m1 divided by 1 plus m1 m2. അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് തീറ്റ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം രണ്ട് ലൈനുകൾ തമ്മിലുള്ള ആംഗിൾ തീറ്റ, അവരുടെ സ്ലോപ്പ് m1 m2 ആണെങ്കിൽ ഇക്വേഷൻ എന്താണ്? tan തീറ്റ is equal to m2 minus m1 divided by 1 plus m1 m2. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് തീറ്റ കണ്ടുപിടിക്കാം. അപ്പോൾ ആംഗിൾ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഈ ഫോർമുല നമുക്ക് യൂസ് ചെയ്യാം. നോട്ട് ചെയ്ത് വെക്കുക, ആംഗിൾ കണ്ടുപിടിക്കാൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇന്റർസെപ്റ്റ്. അതായത് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ 0 എന്ന് പറയുന്ന ഒറിജിൻ, ഒരു സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ വരച്ചു. ഞാൻ രണ്ട് പോയിന്റ്സ് കൂടെ കടന്നു പോകണ്ടെന്നൊക്കെ വിചാരിക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, എക്സ് ആക്സിസിൽ ഒരു പോയിന്റ് ആണെങ്കിൽ y കോർഡിനേറ്റ് 0 ആയിരിക്കും, y ആക്സിസിലെ ഒരു പോയിന്റ് ആണെങ്കിൽ x കോർഡിനേറ്റ് 0 ആയിരിക്കും. അപ്പൊ നമ്മൾ എന്താ, 0 തൊട്ട് ഇവിടം വരെയുള്ള ആ ഡിസ്റ്റൻസ് ആണ് ഈ a എന്ന് പറയുന്നത്. കണ്ടോ, ഇതിനാണ് നമ്മൾ ഇന്റർസെപ്റ്റ് എന്ന് പറയാം. അപ്പൊ എക്സ് ആക്സിസിൽ ഉള്ളതാണെങ്കിൽ അത് x ഇന്റർസെപ്റ്റും, y ആക്സിസിൽ ഉള്ളതാണെങ്കിൽ y ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നു. അപ്പൊ ഈ ഡിസ്റ്റൻസിനെയാണ് ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ രണ്ട് പോയിന്റ്സ് a 0 0 b. അപ്പൊ ഈ ഒരു ഡിസ്റ്റൻസ് ആണ് a എന്ന് പറയുന്ന x ഇന്റർസെപ്റ്റ്, ഈ ഒരു ഡിസ്റ്റൻസ് ആണ് b എന്ന് പറയുന്ന y ഇന്റർസെപ്റ്റ്. ഇവർ തമ്മിൽ കണക്ട് ചെയ്തിട്ട് ഒരു ഇക്വേഷൻ നമുക്ക് ഫോം ചെയ്യാനായിട്ട് പറ്റും. അതാണ് x by a plus y by b is equal to 1. ഇതിനെ നമ്മൾ സ്ട്രെയിറ്റ് ലൈനിന്റെ ഇന്റർസെപ്റ്റ് ഫോം എന്ന് വിളിക്കുന്നു. അപ്പൊ ഇന്റർസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുക. ഇന്റർസെപ്റ്റുകൾ തന്നിട്ടുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ ഈ രീതിയിൽ നമുക്ക് ഫോം ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്കൊരു ഇക്വേഷൻ തന്നിട്ട് അതിൽ ഇന്റർസെപ്റ്റ് കണ്ടുപിടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ചോദ്യം വരുവാണെങ്കിൽ അതിനെ ഈ ഒരു ഫോർമാറ്റിലേക്ക് ആക്കി എടുക്കാൻ പറ്റുമോ എന്ന് നമ്മൾ നോക്കണം കേട്ടോ. അപ്പൊ നമുക്ക് ഇന്റർസെപ്റ്റ് എ ബി എന്ന് പറയുന്നത് കമ്പയർ ചെയ്ത് നോക്കിയിട്ട് ഇന്റർസെപ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പൊ ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക, എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഇസ് ഈക്വൽ ടു 1. ഇതിലുള്ള ഇക്വേഷൻസ് എല്ലാം സിമ്പിൾ ആണ്. നമ്മൾ അത് നല്ലോണം ഒന്ന് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി അടുത്തത് സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം. സ്ലോപ്പും ഇന്റർസെപ്റ്റും രണ്ടും കൂടെ വരുന്ന ഇക്വേഷൻ. അപ്പൊ വീണ്ടും നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ വിചാരിക്കുക, അതിന്റെ സ്ലോപ്പ് m ആണെന്ന് വിചാരിക്കുക. അതിന്റെ ഇന്റർസെപ്റ്റ് നോക്കൂ, അത് y ആക്സിസിലുള്ള ഒരു പോയിന്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ 0 c. അപ്പൊ y കോർഡിനേറ്റ്, y ഇന്റർസെപ്റ്റ് ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ 0 മുതൽ ഇവിടം വരെയുള്ള ആ ഡിസ്റ്റൻസ് c ആണെങ്കിൽ ഇവിടുത്തെ ഇന്റർസെപ്റ്റ് ആരാണ്? c ആണ്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ y equal to mx plus c വളരെ പ്രധാനപ്പെട്ട ഇക്വേഷൻ ആണ് കേട്ടോ. അപ്പൊ ഈ ഇക്വേഷനെയാണ് നമ്മൾ സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം എന്ന് വിളിക്കുന്നത്. അപ്പൊ അതില് m എന്താണ്? m എന്ന് പറയുന്നത് സ്ലോപ്പ് ആണ്, എക്സും വൈയും എക്സ് വൈ കേട്ടോ. അത് അങ്ങനെ തന്നെ നമ്മൾ ഇക്വേഷൻ എഴുതുമ്പോൾ എക്സ് വൈ എന്ന് തന്നെയാണ് എഴുതുക. പ്ലസ് സി എന്ന് പറയുന്നത് അവിടുത്തെ ഇന്റർസെപ്റ്റ് ആണ് കേട്ടോ. അപ്പൊ നമ്മൾ ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ y ഈക്വൽ ടു എം എക്സ് പ്ലസ് സി എന്ന് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം എന്ന് വിളിക്കുന്നു. എം സ്ലോപ്പ് ആണ്, സി ഇന്റർസെപ്റ്റ് ആണ്. ഇന്റർസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുക. 0-ൽ നിന്നും ഈ ഒരു പോയിന്റിലേക്കുള്ള ആ ഒരു ഡിസ്റ്റൻസിനെയാണ് ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ, സി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതും ഇതേപോലെ ഇക്വേഷൻസ് തന്നിട്ട് സ്ലോപ്പ് ഏതാണ് എന്നൊക്കെ ചോദിക്കും. അപ്പൊ ഇക്വേഷൻ ചിലപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു രീതിയിൽ തരണമെന്നില്ല, മാറ്റിയും മറിച്ചും ഒക്കെ എഴുതി തരും. അപ്പൊ നമ്മൾ ഈ ഒരു ഫോർമാറ്റിലേക്ക് മാറ്റി എഴുതാൻ പറ്റുണ്ടോ എന്ന് നോക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് കമ്പയർ ചെയ്തിട്ട് നോക്കാൻ പറ്റും.
എം ഏതാണ് സി ഏതാണെന്നുള്ളത്. ഓക്കെ, ഇനി നോക്കൂ, നമുക്ക് ഒരു പോയിന്റ് ആ ഒരു ലൈനിൽ അതല്ലെങ്കിൽ ഒരു പോയിന്റിൽ കൂടെ ആ ലൈൻ കടന്നു പോകുന്നുണ്ടോ, ഒരു പോയിന്റിൽ കൂടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കടന്നു പോകുന്നുണ്ടോ എന്നറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? അപ്പൊ നമുക്ക് ഒരു പോയിന്റ് ഇപ്പം ഇവിടെ 0, 2 ആണെന്ന് വിചാരിക്കാം. അപ്പൊ എക്സ് 0യും വൈ 2ഉമാണ്. അപ്പൊ എക്സിന് നമ്മൾ 0 ഇട്ട് കൊടുക്കുക, വൈന് 2 ഇട്ട് കൊടുത്തിട്ട് ഇപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ടാവുമല്ലോ, ആ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആകുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പൊ ഒരു സ്ട്രെയിറ്റ് ലൈൻ, ശ്രദ്ധിച്ച് കേൾക്കുക, ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്, ഒരു പോയിന്റും തന്നിട്ടുണ്ട്. ആ പോയിന്റിൽ കൂടി ഈ ലൈൻ പോകുന്നുണ്ടോ എന്ന് നമുക്ക് എങ്ങനെ അറിയാം? ഈ ലൈനിന്റെ ഇക്വേഷനിൽ നമ്മൾ ആ പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പോയിന്റ് എങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? എക്സിന് എക്സ് എന്ന് പറയുന്ന സ്ഥാനത്ത് എക്സ് വാല്യൂ ഇട്ട് കൊടുക്കുക, വൈ എന്ന് പറയുന്ന സ്ഥാനത്ത് വൈ വാല്യൂ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഇതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രോബ്ലം നോക്കാം. സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം ഓഫ് എ ലൈൻ ഈസ് 6x plus 3y minus 12 is equal to 0. Find the slope. കണ്ടോ, സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം എന്ന് അവർ പറഞ്ഞിട്ട്, പക്ഷെ നമുക്ക് കണ്ടിട്ട് ഇത് സ്ലോപ്പ് ഇന്റർസെപ്റ്റ് പോലെ തോന്നുന്നില്ല. നമ്മൾ എന്താ പഠിച്ചത്? നമ്മൾ പഠിച്ചത് y equal to mx plus c എന്നാണ്. അപ്പൊ നമ്മൾ ഈ ഇക്വേഷനെ ഒന്ന് മാറ്റി എഴുതാം. എങ്ങനെ മാറ്റിയത്? നമുക്ക് y equal to എന്ന് കിട്ടണം. അപ്പൊ നമ്മൾ y-നെ ഇവിടെ നിർത്തി ബാക്കി എല്ലാത്തിനും അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പൊ 3y is equal to -12 ഇപ്പുറത്തേക്ക് പോയപ്പോ +12 ആയി, 6x ഇപ്പുറത്തേക്ക് പോയപ്പോ -6x ആയി. ഇത് നമ്മൾ y equal to എന്നാക്കാം. y equal to എന്ന് എങ്ങനെയാക്കാം? മൊത്തം ഇക്വേഷനെ 3 കൊണ്ട് ഹരിക്കാം. അപ്പൊ -6x എന്നുള്ളത് -2x പ്ലസ് 12/3 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 4 കിട്ടും. ഇത് നോക്കി, ഇത് നമ്മുടെ y is equal to mx plus c യുടെ ഒരു ഫോർമാറ്റിൽ ആയിട്ടുണ്ട്. ഇവിടുത്തെ സിക്ക് പകരം ഇവിടെ എന്താണ് വരുന്നത്? 4 അല്ലെ? സിക്ക് പകരം 4. അപ്പൊ ഇന്റർസെപ്റ്റ് ആരാ ഇവിടുത്തെ? 4 ആണ്. സ്ലോപ്പിന് പകരം എമ്മിന് പകരം ഇവിടെ -2 ആണ് കിടക്കുന്നത്. അപ്പൊ ഇവിടുത്തെ സ്ലോപ്പ് എന്താണ്? -2. നെഗറ്റീവ് സ്ലോപ്പ് ആണ് കേട്ടോ. സ്ലോപ്പ് നെഗറ്റീവും പോസിറ്റീവും വരാം. അപ്പൊ ഇവിടുത്തെ സ്ലോപ്പ് നെഗറ്റീവ് സ്ലോപ്പ് ആണ്. സ്ലോപ്പ് എത്രയാണ്? -2. അപ്പൊ അങ്ങനെ നമുക്ക് ഒരു ഇക്വേഷൻ തന്നിട്ട് ഇന്റർസെപ്റ്റോ സ്ലോപ്പോ കണ്ടുപിടിക്കൂ എന്ന് പറഞ്ഞാല് നമ്മൾ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഫോർമുല ഒന്നും അല്ല, നമ്മൾ ആ ഇക്വേഷനിലെ ഫോർമാറ്റിലേക്ക് അതിനെ മാറ്റി എഴുതുക, എന്നിട്ട് കമ്പയർ ചെയ്യുക കേട്ടോ. അപ്പൊ y equal to എന്നുള്ള രീതിയിലേക്ക് മാറ്റി എഴുതുക, എന്നിട്ട് എമ്മിന്റെ സ്ഥാനത്ത് എന്ത് സംഖ്യയാണ് കിടക്കുന്നത്? അത് സ്ലോപ്പ്. എക്സിന്റെ സ്ഥാനത്ത് എന്താണ് കിടക്കുന്നത്? അത് 4. ചിലപ്പോൾ ഫ്രാക്ഷൻ ആയിട്ടോ റൂട്ട് ആയിട്ടോ ഒക്കെ വരാം കേട്ടോ. അപ്പൊ അത് ഓർത്ത് വെക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻസ് y equal to 2 minus root 3x plus 5, y equal to 2 plus root 3x minus 7. അപ്പൊ രണ്ട് ഇക്വേഷൻ നോക്കൂ. നമുക്ക് ഇക്വേഷൻസോ ഏത് ഫോർമാറ്റിൽ പല രീതിയിൽ മാറ്റി മറിച്ചൊക്കെ കൊടുക്കാം. അപ്പൊ നമ്മൾ എന്ത് കണ്ടാലും പേടിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ പഠിച്ച രീതിയിലേക്ക് അതിനൊന്ന് ആലോചിച്ച് നോക്കാം, അത്രേ ഉള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ ഇതിനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ y equal to mx plus c പോലെ എഴുതാൻ പറ്റുമോ നോക്കിയാൽ മതി. അപ്പൊ ഞാൻ ഇതിനുള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? y equal to mx plus c പോലെ ആക്കാൻ പാകത്തിന് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? 2 minus root 3 into x plus 2 minus root 3 into 5 എന്ന് വെറുതെ എഴുതി. അപ്പൊ ഇത് ഇന്റർസെപ്റ്റിന്റെ ഭാഗത്ത് വരും, സ്ലോപ്പിന്റെ ഭാഗത്ത് 2 minus root 3 വന്നു. കണ്ടോ? അങ്ങനെ രണ്ട് ഇക്വേഷനെ മാറ്റി എഴുതി കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഇക്വേഷനും y equal to mx plus c പോലെ കിട്ടി. ഓക്കെ, അപ്പൊ ഇവിടുത്തെ സ്ലോപ്പ് എന്താ? 2 minus root 3. ഇവിടുത്തെ സ്ലോപ്പ് എന്താ? 2 plus root 3. നമ്മൾ എന്തിനാ സ്ലോപ്പ് മാത്രം നോക്കിയത്? കാരണം ആംഗിൾ ബിറ്റ്വീൻ ലൈൻസിന്റെ ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാം, നമ്മൾ പഠിച്ചു. എന്താണ്? tan theta is equal to m2 minus m1 by 1 plus m1 m2. അപ്പൊ നമുക്ക് ആംഗിൾ കണ്ടുപിടിക്കണമെങ്കിൽ ആരെയാണ് ആവശ്യം? സ്ലോപ്പ് ആണ് ആവശ്യം. അതുകൊണ്ടാണ് നമ്മൾ സ്ലോപ്പിലേക്ക് പോയത്. കണ്ടോ? ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ഒരെണ്ണം m1 എന്ന് എടുത്തു, ഒരെണ്ണം m2 എന്ന് എടുത്തു. m2 minus m1 by 1 plus m1 m2 ചെയ്യാം. സോൾവ് ചെയ്യുക. ഇതിന് നമ്മൾ ബ്രാക്കറ്റ് വിടിയിക്കുക, ബ്രാക്കറ്റ് വിടിയിച്ചിട്ട് ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2 root 3 by 2 എന്ന് കിട്ടും. അപ്പൊ ആൻസർ എന്താണ്? root 3. കഴിഞ്ഞില്ല, നമുക്ക് ആംഗിൾ ആണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. തീറ്റയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ tan തീറ്റയാണ് root 3 കേട്ടോ. tan തീറ്റയാണ് root 3. അപ്പൊ തീറ്റ എന്തായിരിക്കും? 60. കാരണം tan 60 ആണ് ആൻസർ root 3 വരുന്നത് കേട്ടോ. അപ്പൊ ഇത് നമുക്ക് tan sin cosന്റെ എല്ലാം ഫോർമുലാസും വാല്യൂസും എല്ലാം പഠിക്കണം. കാരണം അത് ട്രിഗണോമെട്രി ഓൾറെഡി നമ്മുടെ സിലബസിലുണ്ട്. അത് മാത്രമല്ല വേറെ ഏതും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് അറിഞ്ഞിരിക്കണം.
കേട്ടോ. അപ്പോൾ tan 60 ആണ് √3. അപ്പൊ തീറ്റ എന്ത് വരും? 60 ഡിഗ്രി വരും. ഓക്കെ, അപ്പൊ നമ്മൾ ആംഗിൾ കണ്ടുപിടിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലൈൻ ത്രൂ ദ പോയിന്റ്സ് -2, 6 and 4, 8 is perpendicular to the line through the points 8, 12 and x 24. Find the value of x. കേട്ടോ, ഇങ്ങനത്തെ എന്തൊരു ക്വസ്റ്റ്യൻ മിക്കവാറും സ്ട്രെയിറ്റ് ലൈൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിന് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യത കുറവാണ്. അവർ വളച്ചൊടിച്ചൊക്കെയാണ് ചോദിക്കുക. പക്ഷെ നമ്മൾ ഒന്ന് ക്വസ്റ്റ്യൻ നോക്കി കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുള്ള സാധനം തന്നെയായിരിക്കും അതിനകത്ത് ഉണ്ടാവുക. ഒന്ന് മാറ്റി മറിച്ചൊന്ന് നോക്കുക വേണ്ടു കേട്ടോ. അപ്പൊ എപ്പോഴും ഒന്ന് ചിന്തിച്ചിട്ട് ചെയ്യാം. അപ്പൊ ഇതിൽ നമുക്ക് പോയിന്റ്സ് തന്നിട്ടുണ്ട്. അപ്പൊ x1, y1, x2, y2 തന്നിട്ടുണ്ട്. അതും രണ്ട് ലൈനിന്റെ തന്നിട്ടുണ്ട്. അപ്പൊ രണ്ട് ലൈൻസ് നമ്മുടെ കയ്യിലുണ്ട്. അത് പെർപെൻഡിക്കുലർ ആണെന്ന് അവര് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് അറിയാവുന്ന ആദ്യം നമ്മൾ എഴുതുക. നമ്മൾ പഠിച്ചു പെർപെൻഡിക്കുലർ ആണെങ്കിൽ സ്ലോപ്പുകൾ തമ്മിൽ ഗുണിച്ചാൽ എന്ത് കിട്ടും? -1 കിട്ടും. അപ്പൊ നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കണം. ഓക്കെ, സ്ലോപ്പ് കണ്ടുപിടിക്കണം. ഇവിടെ എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ശരിക്കും ഫൈനൽ ആൻസർ x ആണ്. ഈ പോയിന്റ് ഏതാണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമ്മൾ സ്ലോപ്പ് വേണം. അപ്പൊ സ്ലോപ്പ് കണ്ടുപിടിക്കാം. ഇക്വേഷൻ ഇടുക. സ്ലോപ്പിന്റെ ഇക്വേഷൻ എന്താ? y2 minus y1 by x2 minus x1. അപ്പൊ ഈ രണ്ട് പോയിന്റ്സ് ഉപയോഗിച്ച് രണ്ട് ലൈനിന്റെയും സ്ലോപ്പ് നമ്മൾ കണക്കാക്കി എടുക്കാം. ഓക്കെ, അപ്പൊ ഇതിന്റെ ഫസ്റ്റത്തെ ലൈനിന്റെ 1/3 എന്ന് കിട്ടും. രണ്ടാമത്തെ ലൈനിന്റെ ഒരു പോയിന്റ് നമുക്ക് അറിയില്ലല്ലോ, അത് എക്സ് അല്ലേ. അപ്പൊ അതിനെ നമ്മൾ എക്സ് എന്ന് തന്നെ അവിടെ ഇടാം. അപ്പൊ നമുക്ക് ഒരു സ്ലോപ്പ് 1/3 എന്നും കിട്ടി. ഒരു സ്ലോപ്പ് അതിനെ സോൾവ് ചെയ്തെടുക്കുമ്പോൾ 12/x - 8 എന്നും കിട്ടി. ഇനി ഇതിന്റെ പ്രൊഡക്റ്റ് എഴുതാം. പ്രൊഡക്റ്റ് എന്താണ്? -1 കണ്ടോ. അപ്പൊ നമുക്കൊരു ഇക്വേഷൻ പോലെ കിട്ടും. എന്നിട്ട് നമുക്ക് എക്സ് സോൾവ് ചെയ്തെടുക്കാം കണ്ടോ. അപ്പൊ ഇവിടെ പെർപെൻഡിക്കുലർ ആണെന്ന് പറയുമ്പോൾ നമുക്ക് വേഗം ഈ ഒരു ഫോർമുല ഓർമ്മ വരണം. പിന്നെ സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയും ഓർമ്മ വരണം. y2 minus y1 by x2 minus x1. ഓക്കെ, അപ്പൊ നമുക്കിത് ഗുണിക്കുമ്പോൾ നമ്മളിങ്ങനെ 12/3 into x minus 8 ബ്രാക്കറ്റ് ഒക്കെ വിടിയിക്കുമ്പോൾ 12/3x minus 24. ഇതിനെ അങ്ങനെ തന്നെ ഇപ്പുറത്തേക്ക് എടുത്തു. അപ്പൊ 12 is equal to ഇവിടെ മൈനസ് ഉള്ളതുകൊണ്ട് -3x plus 24 എന്നാകും. എന്നിട്ട് നമ്മൾ x equal to 4 എന്ന് കിട്ടി. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? x equal to 4 കണ്ടോ. സിമ്പിൾ ആയിട്ട് കിട്ടി. അപ്പൊ ഈ ഫോർമുലകളെല്ലാം ഓർത്തു വെക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമ്മൾ സ്ലോപ്പ് പഠിക്കണം. സ്ലോപ്പ്, ഇന്റർസെപ്റ്റ്, ഡിസ്റ്റൻസ് ഫോർമുല, ആംഗിളുകൾ കേട്ടോ. പോയിന്റ്സ് തന്നു കഴിഞ്ഞാൽ സ്ലോപ്പ് കാണാൻ, അല്ലെങ്കിൽ ആംഗിൾ തന്നു കഴിഞ്ഞാൽ സ്ലോപ്പ് കാണാൻ. ഓക്കെ, പിന്നെ പോയിന്റ്സ് ലൈനിൽ കൂടെ കടന്നു പോകണമെന്ന് എങ്ങനെയാണെന്ന് നോക്കണം എന്ന് പഠിക്കണം. പെർപെൻഡിക്കുലർ ആണെങ്കിൽ, പാരലൽ ആണെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ഇക്വേഷൻസ്, ഇതൊക്കെ ഓർത്ത് വെക്കാം. അപ്പൊ ഇത്രയും മെയിൻ ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. ക്ലാസ് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമന്റ്സിൽ അറിയിക്കുക. അപ്പൊ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.